ട്രംപ് ഇനിയൊരു കടുംപിടുത്തത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണോ അതോ ധീരമായ നിലപാടുമെടുത്ത് മുന്നോട്ട് പോവുകയാണോ? പ്രായം 78ആയി. എത്രത്തോളം സ്ഥിരമായ മെൻ്റൽ ബാലൻസ് ഉണ്ടാകും എന്നത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. പക്ഷെ ഇവിടെ ഈ ട്രംപിനെ മനസ്സിലായി, അല്ലെങ്കിൽ ട്രംപ് റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ശക്തികൾക്ക് മനസ്സിലായി, അതായത് ഒരു അമേരിക്കൻ കൺസർവേറ്റീവ് ഗ്രൂപ്പ്, ബിസിനസ് ക്ലാസ്, ദ ഫിൽത്തി റിച്ച് കാറ്റഗറി, അല്ല എങ്കിൽ അമേരിക്കയുടെ വെള്ളക്കാരുടെ ഒരു കൺസർവേറ്റീവ് വിഭാഗം, അവർക്ക് മനസ്സിലായി ട്രംപ് തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും ഇത് പ്രാവർത്തികമായില്ലെങ്കിൽ തങ്ങളുടെ തന്നെ താല്പര്യങ്ങൾ അവസാനം ഹനിക്കപ്പെടും. അതുമാത്രമല്ല, അമേരിക്ക ഒരു ഡെമോക്രസിയാണ്. ഒരു വ്യക്തിക്ക് മാത്രമായി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ചേഞ്ചിന് ഒരു ലിമിറ്റുണ്ട്. അതുകൊണ്ട് അമേരിക്കൻ കോൺഗ്രസ് എന്ന പാർലമെൻറ്റ് ഇടപെടാൻ സാധ്യതയുണ്ട്. സെനറ്റേഴ്സ് വളരെ പവർഫുൾ അപ്പർ ഹൗസാണ്. അമേരിക്കൻ ഫെഡറൽ വ്യവസ്ഥയിൽ സെനറ്റിന് വലിയ നിർണായക സ്വാധീനമുണ്ട്. ഇപ്പോൾ സെനറ്റർമാരുടെ ഒരു സമ്മതം പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി വരും ട്രംപിന്. ഇപ്പോൾ ട്രംപിന് ഇതിനകത്ത് നിന്നുകൊണ്ട് തന്നെ തിരുത്താൻ കഴിയുന്ന ശക്തികൾ അമേരിക്കയ്ക്കുള്ളിലുണ്ട്. ഫെഡറൽ കോടതി അമേരിക്കയുടെ എല്ലാ തീരുമാനവും, ട്രംപിൻ്റെ എല്ലാ തീരുമാനവും സംസ്ഥാന തലത്തിൽ അംഗീകരിച്ചുകൊള്ളണമെന്നില്ല. സംസ്ഥാന കോടതികളും ഫെഡറൽ കോടതികളും ചില തീരുമാനങ്ങളെ തള്ളിക്കളഞ്ഞേക്കാം. അതുകൊണ്ട് അമേരിക്കയ്ക്കുള്ളിൽ തന്നെയുള്ള ഒരു തിരുത്തൽ ശക്തി, അതിനെല്ലാം പുറമെയാണ് അമേരിക്കയുടെ പൊതുജനാഭിപ്രായം, മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന അമേരിക്കയുടെ പൊതുജനാഭിപ്രായം. അത് തൃണവൽ ഗണിച്ചുകൊണ്ട് ഒരു അമേരിക്കൻ പ്രസിഡൻറ്റിന് ട്രംപിനെന്നല്ല, ട്രംപിൻ്റെ ഉപ്പുപ്പായ്ക്ക് പോലും മുന്നോട്ട് പോകാനാവാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് ട്രംപ് ഒരു ക്ലൗഡ് 9 നിന്നും ഗ്രൗണ്ട് 0 ഇറങ്ങി വരികയും ഒന്നുകൂടെ ടേക്ക് റീസ്റ്റോക്ക് ഓഫ് സിറ്റുവേഷൻ ആൻഡ് ഗോ ഫോർവേഡ്. അതുകൊണ്ടാണ് 2 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു, 3 സ്റ്റെപ്പ് പുറകോട്ട് ഇറങ്ങേണ്ടി വന്നു. ഇറങ്ങിയെന്ന് പറയുന്നതല്ല, തിരുത്തി എന്ന് പറയുന്നതല്ല ശരി, ട്രംപിനെ പിന്തിരിയേണ്ടി വന്നു, തിരുത്തേണ്ടി വന്നു. അത് നാണക്കേടാണ്. പക്ഷേ നാണം കെട്ടാലും അമേരിക്ക നിലനിൽക്കണമെങ്കിൽ സംയമനം പാലിക്കേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്.